ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിൾ കൊണ്ട് ഒരു കിച്ചടിയാണ്. എങ്ങനെയാണ് ഗ്രീൻ ആപ്പിൾ വെച്ച് 5 മിനിറ്റ് കൊണ്ട് വേഗത്തിൽ ഒരു കിച്ചടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 2 പച്ചമുളക് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 2 കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അണ്ടിപ്പരിപ്പ് കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ഗ്രീൻ ആപ്പിളിൻ്റെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ തൈര് ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. വെള്ളം വേറെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതിയായിരിക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് നല്ല പുളിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ വരെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരു വലിയ ഗ്രീൻ ആപ്പിളാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിൾ എടുക്കുമ്പോൾ ഗ്രീൻ ആപ്പിൾ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രീൻ ആപ്പിളിന് ഒരു ചെറിയ പുളിയുണ്ട്. ആ ഒരു പുളിയാണ് നമ്മുടെ ഈ ഒരു കിച്ചടിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കിച്ചടിയാണിത്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മൊരിയിക്കാം. ഇനി നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ കിച്ചടി റെഡി ആയിരിക്കുകയാണ്. ഗ്രീൻ ആപ്പിളിന് പകരം നമുക്കിതിൽ ക്യാരറ്റ് വെച്ചിട്ടോ കുക്കുംബർ വെച്ചിട്ടോ ഇതേ സെയിം റെസിപ്പി ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കിച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനലിൽ ഇപ്പോൾ എന്നും ഓണം റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്തേക്കുക. അവിടെ നമ്മൾ ഓണം റെസിപ്പീസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഇപ്പോൾ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണം റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.